അതെ, പൊന്നാരൻ തോട്ടത്ത് നിന്ന് മായ വിളിച്ചായിരുന്നു. എന്താ കാര്യം? കാര്യം എന്താണെന്നൊന്നും പറഞ്ഞില്ല. നമ്മളെല്ലാവരും ഉടനെ പൊന്നാരൻ തോട്ടത്തേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. എന്താ ഇപ്പൊ അത്യാവശ്യം? ഞാനത് എടുത്ത് ചോദിച്ചിട്ടും മായ ഒന്നും വിട്ടു പറഞ്ഞില്ല. ഉടനെ ചെല്ലണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നാ നമുക്ക് ഇപ്പൊ തന്നെ പോവാം. അച്ഛൻ വാ. അല്ല ശ്രീയല്ലേ, ഇനി നീ ഞങ്ങളറിയാതെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി വെച്ചിട്ടുണ്ടോ? അതൊക്കെ അവിടെ ചെല്ലുമ്പോ അറിയാലോ. ഏതായാലും അവിടെ എത്താൻ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഉടനെ അവിടെ എത്തണം. ആ, അതും ശരിയാ. നമുക്ക് പോവാം. അതെ, ഞാൻ റെഡി ആയിട്ടില്ല. ഒരു 5 മിനിറ്റ്. ഞാൻ ഈ സാരി മാറിയിട്ട് പെട്ടെന്ന് വരാം. അതിന് നീ എവിടെ പോകുന്നു? അല്ല, ഞാനും വരണ്ടേ? എല്ലാവരും കൂടെ ചെല്ലണോന്നാ പറഞ്ഞേ. തൽക്കാലം നീ വരണ്ട. അച്ഛാ, അത് ആദ്യം ഞങ്ങൾ ചെന്ന് കാര്യം എന്താ തിരക്കട്ടെ. എന്നിട്ട് അവിടെ നീ വരേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം. അന്നേരം നീ വന്നാ മതി. അല്ല, എല്ലാവരും കൂടെ. ഇപ്പോ ഞാൻ പറയുന്നത് കേട്ടാ മതി. കാള പറ്റുമെന്ന് കേട്ട ഉടനെ കയറെടുത്തോണ്ട് ചാടേണ്ട ആവശ്യമില്ല. നീ ഇവിടെ നില്ല്. അച്ഛാ, അത് ശരിയല്ലേ, നമുക്ക് പോവാം. എന്തിനായിരിക്കും എല്ലാവരും അവിടെ വിളിപ്പിക്കുന്നത്? ഓ, വന്നോ? വരണം വരണം. മായ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് വരണമെന്ന് പറഞ്ഞു. കാര്യമൊന്നും പറഞ്ഞില്ല. എന്താ, എന്തിനാ അത്യാവശ്യമായിട്ട് വിളിപ്പിച്ചത്? എന്താ കാര്യം? മായേ, അതിങ്ങെടുക്ക. അല്ല, ഇത് വായിച്ചു നോക്കണം. ഇത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് സിദ്ധുവിന്റെ പേർക്ക് അയച്ച ഡിവോഴ്സ് നോട്ടീസ്. അത് മനസ്സിലായില്ലേ? അത് മനസ്സിലായി. പക്ഷെ ഇത് ദേവിക, എനിക്കറിയില്ല. എനിക്കിതൊന്നും അറിയില്ല. അറിയില്ലേ? ദേവിയോട് ഞങ്ങൾ ചോദിച്ചു, അവക്കും അറിയില്ല. അപ്പൊ പിന്നെ ഈ ഡിവോഴ്സ് നോട്ടീസ് ആരാ അയച്ചത്? അച്ഛനും ദേവിയേക്ക് ഇതൊന്നും അറിയില്ല. ഞാനിതൊന്നും അച്ഛനോടും ദേവിയോടും പറഞ്ഞിട്ടില്ല. ഈ വക്കീൽ നോട്ടീസ് അയച്ചത് ഞാനാ. അപ്പോ ഞാൻ ഊഹിച്ചത് ശരി തന്നെയായിരുന്നു. ശ്രീകല എന്തിനാ ഈ ഡിവോഴ്സ് നോട്ടീസ് അയച്ചത്? ഡിവോഴ്സ് നോട്ടീസ് സാധാരണ എന്തിനാ അയക്കുന്നത്? വിവാഹ ബന്ധം വേർപെടുത്താൻ. അതിനുള്ള ആദ്യ നടപടിയാണ് ഈ നോട്ടീസ്. ദേവികയുടെ പോലും അറിവില്ലാതെ ശ്രീകല എന്തിനാ ചെയ്തത്? ഇവളെ ഞാൻ എന്തിനാ അറിയിക്കണം? ശ്രീയല്ലേ, ആരോടും ചോദിക്കാതെ ഇങ്ങനൊരു തീരുമാനം നീ എന്തിനാ എടുത്തത്? ഇത് വേണം. ഈ ഡിവോഴ്സ് ആവശ്യമാണ്. എന്റെ ഭർത്താവിനെ കൊന്ന ഒരാളോടൊപ്പമാണോ ദേവിക ജീവിക്കേണ്ടത്? അവളുടെ അച്ഛന്റെ കൊലപാതകയാ അവളുടെ ഭർത്താവ്. അങ്ങനെ ഒരാളുമായി അവൾക്ക് എത്ര നാൾ കഴിയാനാകും? സാധിക്കില്ല. അയാൾക്കൊപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവൾക്ക് സാധിക്കില്ല. അത് നരക തുല്യമായിരിക്കും. പോരാത്തതിന് അയാൾ ഒരു ഭ്രാന്തനും കൂടി ആയ
അവളുടെ ജീവിതത്തിന് ഗതി എന്താവും? ശ്രീകലേ, എന്റെ കൊച്ചിനെ നീ ഭ്രാന്തനെന്ന് വിളിക്കരുത്. അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്റെ നിയന്ത്രണം തെറ്റി നിൽക്കുക. ഇല്ല, ഞാൻ നിങ്ങളുടെ കൊച്ചിനെ ഒന്നും പറയാൻ പോകുന്നില്ല. നിങ്ങളുടെ കൊച്ചുമോൻ ഡിവോഴ്സ് ഒപ്പിട്ട് തന്ന എല്ലാം അവിടെ കഴിയും. പിന്നെ എന്റെ ഭർത്താവിനെ കൊന്ന കേസ്, അതിലെന്ത് ചെയ്യണമെന്ന് ഈ ബന്ധം വേർപെടുത്തിയ ശേഷം ഞാൻ തീരുമാനിച്ചോളാം. എന്ത് തന്നെയായാലും എനിക്ക് എന്റെ മകളുടെ ജീവിതം രക്ഷിച്ചേ മതിയാകൂ. അതെന്റെ കടമയാ. ദേവികയുടെ ജീവിതം രക്ഷപ്പെടണമെങ്കിൽ ഈ ബന്ധം വേർപെടുത്തണം. അതേ മാർഗമുള്ളൂ. ശ്രീകലെ, നിർത്ത്. ഞാൻ എന്തിനു നിർത്തണം? ഞാൻ ഇപ്പൊ എടുത്ത തീരുമാനം എനിക്ക് മുമ്പ് അച്ഛനാണ് എടുക്കേണ്ടിയിരുന്നത്. അച്ഛൻ അത് ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ മുന്നിട്ടിറങ്ങി. ഇനി ദേവികയും സിദ്ധാർത്ഥനും തമ്മിലുള്ള ബന്ധം വേർപെടുത്തിയിട്ടേ ഞാൻ അടങ്ങും. അതിനിടയിൽ എന്നെ പിന്തിരിപ്പിക്കാൻ അച്ഛൻ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ അതിന് സാധിക്കില്ല. ഞാൻ പിന്മാറില്ല. ശ്രീകലെ, ഇത്ര വേഗം ഡിവോഴ്സ് എന്ന തീരുമാനത്തിൽ എത്തണോ? ഇത് സിദ്ധുവിന്റെയും ദേവികയുടെയും ജീവിതമാ. എടുത്തു ചാടിയ ഒരു തീരുമാനത്തിൽ എത്തരുത്. ഒരിക്കലും ഇതൊരു എടുത്തുചാട്ടം അല്ല. വളരെ ആലോചിച്ച് ഞാൻ എടുത്ത തീരുമാനം തന്നെ ഇത്. ഞാനെന്നല്ല, എന്റെ സ്ഥാനത്ത് ഏതൊരു അമ്മയായാലും ഈ ഒരു തീരുമാനം തന്നെയാവും എടുക്കുക. അല്ല, ഞാനിവിടെ നിന്ന് പ്രസംഗിച്ചും വിശദീകരിച്ച് സമയം പാഴാക്കുന്നത് എന്തിനാ? നമുക്ക് കോടതിയിൽ കാണാം. ശ്രീകലെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. നിന്നോട് ചോദിക്കാൻ നിന്നാ നീ ചിലപ്പോ നിന്റേതായ ന്യായീകരണങ്ങൾ പറഞ്ഞെന്ന് വരും. അതുകൊണ്ടാ നിന്നെ അറിയിക്കാതെ ഞാനിത് ചെയ്തത്. ഇപ്പോ നിനക്കെല്ലാം മനസ്സിലായ സ്ഥിതിക്ക് കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. എടുക്കാനുള്ളത് എന്താന്ന് വെച്ചാ എടുത്തിട്ട് വേഗം ഇറങ്ങ. നമുക്ക് പോവാം. എന്തടി നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്? നിനക്ക് വരാൻ ഭാവമില്ലേ? വേണ്ട, നീ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട. ഒന്നും എടുക്കുകയും വേണ്ട. ഈ നിമിഷം തന്നെ നീ എന്റെ ഒപ്പം വരണം. വഴി വാ, വാ ഇങ്ങോട്ട്. ശ്രീകലെ, വരാൻ വാ. ശ്രീകലെ, നീ എന്തായി കാണിക്കുന്നത്? വിട്, അവളുടെ കൈ വിട്. വാ ഇങ്ങോട്ട്. മാലാകെ, കുട്ടനെ വിട്ട് പോവല്ലേ, പോവല്ലേ മാലാകെ. സിദ്ധു, മാലാകെ, എന്നെ വിട്ട് പോവല്ലേ മാലാകെ, പ്ലീസ് പ്ലീസ് എന്നെ വിട്ട് പോവല്ലേ മാലാകെ, പ്ലീസ് മാലാകെ. ഞാൻ വരില്ല. ഞാൻ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടേക്കും വരില്ല. എന്റെ അറിവോ അനുവാദമോ ഇല്ലാതെയാ അമ്മ ഇവിടേക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചത്. എന്ത് തന്നെയായാലും എന്റെ അമ്മ അത് ചെയ്ത തെറ്റാ. അമ്മ, ഇത് എന്റെ ജീവിതമാണ്. തീരുമാനം എടുക്കാനുള്ള പക്വത എനിക്കുണ്ട്. ഇപ്പോ ഒരു ഡിവോഴ്സിന്റെ ആവശ്യം എന്റെ ജീവിതത്തിൽ ഇല്ല. അമ്മേ, അമ്മ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അച്ഛനെ കൊന്നു എന്ന് അമ്മ പറയുന്ന സിദ്ധു അല്ല ഈ നിൽക്കുന്നത്. ഇതെന്റെ കുട്ടന. രണ്ടുപേരും ഒന്നാണെങ്കിലും സിദ്ധുവും
കുട്ടനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അമ്മേ, രണ്ട് ജന്മത്തിന് തുല്യമാണ്. അതുകൊണ്ട് സിദ്ധു ചെയ്ത കുറ്റത്തിന് എനിക്ക് എന്റെ കുട്ടനെ ശിക്ഷിക്കാനാവില്ല അമ്മേ. അമ്മ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ വാദങ്ങൾ നിരത്തിയാലും ഞാൻ എന്റെ കുട്ടനെ വിട്ട് വരില്ല. എനിക്കതിന് സാധിക്കില്ല. ദേവികെ, നീ എന്നെ ധിക്കരിക്കാൻ നിൽക്കരുത്. പറയുന്നത് അനുസരിച്ചോ? അമ്മ എന്നോട് ക്ഷമിക്കണം. ഇപ്പൊ അമ്മ പറയുന്നത് അനുസരിക്കാൻ എനിക്ക് പറ്റില്ല അമ്മ. ആദ്യം കുട്ടന്റെ അസുഖം മാറട്ടെ. അസുഖം മാറി എന്റെ കുട്ടൻ പഴയ സിദ്ധു ആവട്ടെ. അപ്പോഴല്ലേ അന്ന് എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന് അറിയാൻ പറ്റൂ. സിദ്ധുവിന് മാത്രല്ലേ സത്യം എന്താണെന്ന് നമ്മളോട് പറയാൻ പറ്റൂ. അപ്പോ നിനക്ക് ഞാൻ പറഞ്ഞതൊന്നും വിശ്വാസമില്ല അല്ലേ? ദേവികെ, ഞാൻ പറഞ്ഞതാണ് സത്യം. അമ്മയുടെ ഭാഗം പറഞ്ഞു. എന്നാൽ എനിക്ക് അത്രമാത്രം അറിഞ്ഞാ പോരാ. സിദ്ധുവിന്റെ ഭാഗം കൂടി അറിയണം. എടി, എനിക്കത് അറിയണം. അതിനുശേഷം മാത്രമേ ഈ നിൽക്കുന്ന മനുഷ്യനെ സ്വീകരിക്കണം അതോ ശിക്ഷിക്കണമെന്ന് എനിക്ക് തീരുമാനിക്കാനാവൂ. അതുവരേക്കും ഒരു ഭാര്യയുടെ ചുമതലകൾ നിർവഹിച്ച് കുട്ടനോടൊപ്പം ഞാൻ ഇവിടെ തന്നെ കഴിയും. അപ്പോ ഇതാണ് നിന്റെ തീരുമാനം? അതെ, ഇത് തന്നെയാ എന്റെ തീരുമാനം. ഇനി ഇതിനെക്കുറിച്ച് ഈ വീട്ടിലൊരു ചർച്ച ആർക്കും വേണ്ട. കുട്ടാ, വാ. ഇനി നീ ഇതുപോലുള്ള വിഡ്ഢിത്തങ്ങൾ കാട്ടിക്കൂട്ടരുത്. ഇപ്പൊ കണക്കിന് കിട്ടിയില്ലേ? ഇറങ്ങ. അത് ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. നമുക്ക് പിന്നീട് കാണാം. ശ്രീലയുടെ വേദനയ്ക്ക് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ടാ പലതും ഞാൻ കണ്ടില്ലെന്ന് വെക്കുന്നത്. എന്ന് കരുതി എല്ലാറ്റിനും ഒരു പരിധിയുണ്ട്. നീ ഇപ്പോൾ അതൊക്കെ മറികടക്കുകയാണ്. ആരോട് ചോദിച്ചിട്ടാ നീ സിദ്ധുവിന് ഡിവോഴ്സ് നോട്ടീസ് അയച്ചത്? അങ്ങനെ ഒരു ഡിവോഴ്സ് നോട്ടീസ് അയക്കാനുള്ള അധികാരം നിനക്ക് ആരാ തന്നത്? ദേവിക എന്റെ മോള. അവളുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാനുള്ള അധികാരവും അവകാശവും അമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്കില്ലേ? ഉണ്ട്. ആ അവകാശം എനിക്കുണ്ട്. ദേവിക കൊച്ചുകുട്ടിയൊന്നുമല്ല. അവളിപ്പോ വിവാഹിതയാ, മറ്റൊരു ജീവിതം നയിക്കുന്നുള്ള. അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതത്തെക്കുറിച്ച് എന്ത് തീരുമാനമെടുക്കാനുള്ള അവകാശം ഇപ്പൊ അവക്ക് മാത്രമേ ഉള്ളൂ. അത് നീ മനസ്സിലാക്കണം. ഈ ഡിവോഴ്സ് നോട്ടീസ് അയക്കുന്നതിന് മുമ്പ് അവളോട് നീ എന്തുകൊണ്ട് അഭിപ്രായം ചോദിച്ചില്ല? എന്തിന് ഞാൻ അവളോട് ചോദിക്കണം? അതിനുള്ള ഉത്തരമാണ് ഇന്ന് അവൾ നിനക്ക് നൽകിയത്. നീ വലിയ വെപ്രാളം കാണിച്ച് ഡിവോഴ്സ് നോട്ടീസ് അയച്ചിട്ട് ഇപ്പൊ എന്തായി? അവളത് നിന്റെ മുമ്പ് വെച്ച് എന്നെ കയറി കളഞ്ഞില്ലേ? അവൾ ചെയ്താണ് ശരി. അവളെടുത്ത തീരുമാനമാണ് ഉചിതമായ തീരുമാനം. അവള് കാണിക്കുന്നതെല്ലാം വിഡ്ഢിത്തരമാണ്. അവള് പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും ഒന്നും
ഒരർത്ഥവും ഇല്ല. എന്നെ അനുസരിക്കുന്നതായിരുന്നു അവൾക്ക് നല്ലത്. അല്ല, പൊന്നാരൻ തോട്ടത്ത് എന്താ സംഭവിച്ചേ? നിങ്ങളത് വ്യക്തമായിട്ട് എന്നോടും കൂടി പറ. ഞാനിത് എത്ര നേരമായിട്ടാ ചോദിച്ചോണ്ടിരിക്കുന്നെ. നീ അതൊക്കെ വിശദമായിട്ട് അറിഞ്ഞിട്ട് എന്തിനാ? ഇപ്പൊ ഞങ്ങൾ പറയുന്നതിൽ നിന്നും ഏതാണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. അത്രയൊക്കെ നീ അറിഞ്ഞാ മതി. ഒരു കണക്കിന് ശ്രീകലയെ അങ്ങനെ കുറ്റപ്പെടുത്താൻ എനിക്ക് പറ്റില്ല. സ്വന്തം അച്ഛനെ കൊന്ന ഒരാളോട് സുലേനെ, നിർത്ത്. എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നിൽക്കരുത്. ശ്രീകലയോട് പറഞ്ഞത് തന്നെയാ എനിക്ക് നിന്നോടും പറയാനുള്ളത്. ഇത് ദേവികയുടെ ജീവിതമാണ്. അതവള് നോക്കിക്കോളും. അതില് ആരും അനാവശ്യമായിട്ട് കയറി ഇടപെടാൻ നിൽക്കണ്ട. ദേവിക ഇപ്പൊ അവളുടെ തീരുമാനം അനുസരിച്ച് എന്നെ മുന്നോട്ട് പോട്ടെ. പക്ഷെ കുറച്ചു കഴിയുമ്പോ ഞാനായിരുന്നു ശരിയെന്ന് അവൾക്ക് ബോധ്യപ്പെടും. അന്ന് അവൾ എന്റെ മുന്നിൽ തന്നെ വരും. അന്നാണ് ശ്രീകല ആരാണെന്ന് പൊന്നാരൻ തോട്ടത്തുകാരെ അറിയാൻ പോകുന്നത്. ഇന്ന് ഞാൻ നാണം കെട്ട് ഇറങ്ങിപ്പോന്നതിന്റെ മറുപടി അന്ന് ഞാൻ അവർക്ക് കൊടുക്കും. ശ്രീകലേ, സിദ്ധാർത്ഥനോടുള്ള പക കാരണം നിന്റെ മനസ്സിലും കണ്ണിലും ഇരുട്ട് കയറിയിരിക്കുക. നീ അത് മാറ്റണം. ഇല്ലെങ്കില് നീ കാരണം നിന്റെ മകളുടെ ജീവിതം നശിക്കും. അതിനുള്ള സാഹചര്യം നീയായിട്ട് ഉണ്ടാക്കരുത്. എന്റെ മകളുടെ ജീവിതം ഒരിക്കലും ഞാനായിട്ട് നശിപ്പിക്കില്ല. നിങ്ങളൊക്കെ കാരണം അവളിപ്പോ അവിടെ നരക ജീവിതം നയിക്കുന്നത്. അവിടെ നിന്നും എന്റെ മകളെ എനിക്ക് രക്ഷിക്കണം. ഞാൻ രക്ഷിക്കും. ഹലോ അമ്മേ, എന്താടി അവിടെ നടന്നത്? ഞാനിവിടെ ഇല്ലായിരുന്നു. അഭിയേട്ടൻ പറഞ്ഞ ഞാൻ വിവരം അറിഞ്ഞത്. അല്ല, മുത്തശ്ശൻ അവിടെ ഒന്നൊന്നും പറഞ്ഞില്ലേ? ശ്രീകല സിദ്ധുവും ദേവികയും തമ്മിലുള്ള ഡിവോഴ്സിന് നോട്ടീസ് അയച്ചെന്നോ ദേവിക അതിന് സമ്മതിച്ചില്ലെന്നൊക്കെ പറഞ്ഞു. ശരിയാ, ശ്രീകല ആന്റി അയച്ച വക്കീൽ നോട്ടീസ് ഇവിടെ വന്ന് പ്രശ്നമായപ്പോ ഞാൻ കരുതിയത് ആന്റി വന്ന് ദേവികയെ കൂട്ടിക്കൊണ്ടു പോകുന്ന. പക്ഷേ പ്രതീക്ഷകൾ ആകെ തകിടം മറിഞ്ഞുപോയി. ശ്രീകലാന്റി ദേവികയെ പിടിച്ചിറക്കി കൊണ്ടുവന്നിടത്ത് സിദ്ധുവേട്ടൻ ചെന്ന് എന്റെ മാലാഖയെ കൊണ്ടുപോലെന്നൊക്കെ പറഞ്ഞ് ആകെ സീനാക്കി അത്ര. അതിനനുസരിച്ച് ആ മാലാഖയും തുള്ളി. സിദ്ധുവേട്ടന്റെ അസുഖം മാറി സത്യം മനസ്സിലാക്കിയിട്ട് മാത്രമേ ഡിവോഴ്സിന് തയ്യാറാവൂന്ന് ആ മാലാഖ. ഇവിടെ ഉള്ളവർക്കും അവര് തമ്മിലുള്ള ഡിവോഴ്സിന് വലിയ താല്പര്യമൊന്നുമില്ല. അതോടെ സംഗതി മൊത്തം പൊളിഞ്ഞു. ആ മാലാഖ ഡിവോഴ്സ് നോട്ടീസ് കീറിക്കളയുകയും ചെയ്തു. ഒരു നല്ല അവസരമായിരുന്നു ശ്രീകല ഒരുക്കിയത്. അത് പാഴായി പോയല്ലോ. വലിയ നിരാശയായി പോയമ്മേ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും നടക്കുന്നില്ലല്ലോ. അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. നമുക്ക് നോക്കാം മോളെ. എന്തായാലും ലക്ഷ്യം കാണാതെ ഞാൻ അടങ്ങില്ല. ഇതല്ലെങ്കിൽ വേറൊരു വഴി. നീ വെയിറ്റ് ചെയ്യേ. ശരി അമ്മ. ഒരു വലിയ കൊടുങ്കാറ്റ് ഒഴിഞ്ഞു പോയതുപോലെ എനിക്ക് തോന്നുന്നേ. ഡിവോഴ്സിന്റെ കാര്യത്തിൽ ദേവിക എന്ത് തീരുമാനമെടുക്കുമെന്ന് ആലോചിച്ച് നമ്മൾ എന്തുമാത്രം ടെൻഷൻ അടിച്ചു. ഇപ്പൊ അതൊക്കെ മാറി മനസ്സിന് ആശ്വാസവും സന്തോഷവുമായി. എല്ലാം ദേവികയുടെ നല്ല മനസ്സ്, അവളുടെ കാരുണ്യം. ശ്രീകല എത്രമാത്രം അവളെ നിർബന്ധിച്ചു, എന്തൊക്കെ ബഹളം വെച്ചു. എന്നിട്ടും ദേവികയുടെ മനസ്സ് മാറിയില്ലല്ലോ. അതാണ് ദേവിക. അവൾ അത്രമാത്രം നമ്മുടെ കുട്ടനെ സ്നേഹിക്കുന്നുണ്ട്. അവൾക്ക് വേണമെങ്കിൽ ശ്രീകല പറഞ്ഞതനുസരിച്ച് സിദ്ധുവിനെ ഉപേക്ഷിച്ചു പോകാമായിരുന്നു. അച്ഛന്റെ കൊലപാതകി സിദ്ധുവാണെന്ന് അവൾക്കും പൂർണ്ണമായി വിശ്വസിക്കാമായിരുന്നു. അതൊന്നും അവള് ചെയ്തില്ല. അവള് സിദ്ധുവിന്റെ അവസ്ഥ തിരിച്ചറിഞ്ഞ് ചിന്തിച്ചു. അവനോട് അനുതാപം കാട്ടി. ദേവികയുടെ ആ പെരുമാറ്റത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. അവളെ അഭിനന്ദിക്കാൻ വാക്കുകൾ തികയില്ല.
അവളുടെ വിശാലമായ ആ മനസ്സിന് മുന്നിൽ നമ്മൾ ആരും ഒന്നുമല്ല. ശരിയാണ് ജാനകി, നീ പറഞ്ഞത് വളരെ ശരിയാണ്. അവളുടെ ഈ ചെറിയ പ്രായത്തിൽ വളരെ പക്വതയുള്ള തീരുമാനമാണ് അവൾ എടുത്തത്. അവിടെ നമ്മൾ മനസ്സുകൊണ്ട് അവളെ നമിച്ചു പോകുന്നത്. അവളുടെ പ്രായത്തിലെ പല കുട്ടികളും ദേവിക ഇപ്പം അനുഭവിക്കേണ്ടി വന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നാൽ പതറിപ്പോത്തേ ഉള്ളൂ. ഏതായാലും സിദ്ധുവിന്റെ കാര്യത്തിൽ ഇനി നമ്മൾ വിഷമിക്കേണ്ടതേയില്ല. സത്യം, ദേവിക സിദ്ധുവിനെ വിട്ടുപോകില്ലെന്ന് എല്ലാവരോടും ഉറപ്പിച്ച് പറഞ്ഞ സ്ഥിതിക്ക് നമ്മളിനി എന്തിനു പേടിക്കണം? പക്ഷേ ശ്രീകല മിണ്ടാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും പുതിയ പ്രശ്നങ്ങളുമായി ശ്രീകല വീണ്ടും വരാൻ സാധ്യതയുണ്ട്. ശ്രീകല എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ദേവിക ഇനി ഇവിടുന്ന് കൊണ്ടുപോകാൻ ശ്രീകലയ്ക്ക് സാധിക്കില്ല. നമ്മുടെ സപ്പോർട്ട് എപ്പോഴും ദേവിക്ക് ഉണ്ടാവണം. ആരൊക്കെ എന്തെങ്കിലും പറഞ്ഞാലും പ്രവർത്തിച്ചാലും നമ്മളെപ്പോഴും ദേവിക്കൊപ്പം നിൽക്കണം. അത് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ മഹേട്ടാ? സ്വന്തം സുഖത്തെയും ദുഃഖത്തെയും കുറിച്ച് മാത്രം ചിന്തിക്കാതെ മറ്റുള്ളവരുടെ വിഷമങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ദേവികയെ നമ്മളെപ്പോഴും സംരക്ഷിക്കുക മാത്രമല്ല, അവളെ നമ്മൾ പൊന്നാരൻ തോട്ടത്തെ മഹാലക്ഷ്മിയായി വാഴിക്കും.